ഏവർക്കും വന്ദനം. ജ്ഞാനപ്പാന എന്ന കാവ്യത്തെക്കുറിച്ച് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. നമ്മുടെ പുരാണങ്ങളും ഉപനിഷത്തുകളും ഇതിഹാസങ്ങളും വേദങ്ങളും പറഞ്ഞിട്ടുള്ള ജീവിത തത്വങ്ങൾ ആറ്റിക്കുറുക്കിയെടുത്ത് അതിൻ്റെ സാരാംശം സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ മലയാളത്തിൽ ചിട്ടയായി എഴുതിയിട്ടുള്ള ഒരു മഹനീയ കാവ്യമാണ് ജ്ഞാനപ്പാന. ജ്ഞാനപ്പാനയുടെ തത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് അതെഴുതിയ ആ മഹാനുഭാവനായ കവി പൂന്താനത്തെക്കുറിച്ച് പറയേണ്ടതുണ്ട്. ഗുരുവായൂരപ്പൻ്റെ അചഞ്ചലനായ ഒരു ഭക്തനാണ് പൂന്താനം, നിഷ്കാമ ഭക്തൻ. അദ്ദേഹം തന്നെ ഗുരുവായൂരപ്പന് പൂർണ്ണമായും സമർപ്പിച്ച ഒരു ജീവിതമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മഹാനുഭാവനായത്. അദ്ദേഹം പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയായിരുന്നില്ല ഒന്നും ചെയ്തത്. അദ്ദേഹം സമ്പൂർണമായും ഭഗവാനിലേക്ക് അർപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് നിഷ്കാമ ഭക്തൻ എന്ന് പറഞ്ഞത്. അദ്ദേഹം ഒന്നും ആഗ്രഹിച്ചിട്ടല്ല ഗുരുവായൂരപ്പന് തൻ്റെ ജീവിതം തന്നെ സമർപ്പിച്ചത്. പിന്നെ അചഞ്ചലമായ ഭക്തിയായിരുന്നു. അചഞ്ചലമായ ഭക്തി എന്ന് വെച്ചാൽ ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാത്ത ഭക്തി. പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ ശ്വാസനിശ്വാസങ്ങളിലും എന്തിന് ഊണിലും ഉറക്കത്തിൽ പോലും അദ്ദേഹത്തിന് ഗുരുവായൂരപ്പനെ സമർപ്പിച്ചൊരു ജീവിതമായിരുന്നു. സമർപ്പണം, ഫ്രീ വിൽ, സമ്പൂർണ്ണമായും അദ്ദേഹം ഗുരുവായൂരപ്പനെ സമർപ്പിച്ചൊരു ജീവിതമായിരുന്നു. അദ്ദേഹം ജീവിച്ച് നമുക്ക് കാണിച്ചു തന്നത് മനുഷ്യജന്മത്തിൽ എങ്ങനെ ജീവിക്കണം, ആ മനുഷ്യജന്മം കൊണ്ട് എന്താണ് നേടേണ്ടത്, അത് നേടണം എന്ന് അദ്ദേഹം ജീവിച്ച് കാണിച്ചു തന്നു. അദ്ദേഹം അത് മാനവരാശിക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ സരളമായി എഴുതി വെച്ച ഒരു കാവ്യമാണ് ജ്ഞാനപ്പാന. ആർക്കും വായിച്ചാലും മനസ്സിലാവുന്നതാണ്. കുറച്ച് അന്തരാർത്ഥങ്ങളുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ വേദത്തിലും ഉപനിഷത്തുകളിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിലേക്ക് എടുത്തു വെച്ചപ്പോൾ അതിനോടൊന്ന് ബന്ധപ്പെട്ട് ചിന്തിച്ചാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അതാണ്. പിന്നെ പൂന്താനം ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ 16-ാം നൂറ്റാണ്ടിലാണ്. ഏകദേശം കണക്കാക്കുന്നത് 1547 അതായത് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഒരു 400 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അന്നത്തെ കാലത്തെ സാമൂഹിക സാംസ്കാരിക അന്തരീക്ഷമൊക്കെ നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കി മനസ്സിലാവും. അദ്ദേഹം ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും വേദം പഠിക്കാൻ അർഹനാത്തൊരു ബ്രാഹ്മണനായിരുന്നു. അന്നത്തെ സാമൂഹ്യ സ്ഥിതി അങ്ങനെയായിരുന്നു. വേദങ്ങളും ഉപനിഷത്തുകളും ഓത്തുമൊക്കെ പഠിക്കാൻ അഗ്നിഹോത്രി തുടങ്ങിയ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് മാത്രമായിട്ട് അവകാശപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് സംസ്കൃതത്തിൽ അധികം പാണ്ഡിത്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മലയാളത്തിൽ അധികം പാണ്ഡിത്യമുണ്ട് എന്നുള്ളത് ജ്ഞാനപ്പാന വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചെറുപ്പം മുതലേ അദ്ദേഹം ഒരു വിഷ്ണു ഭക്തനായിരുന്നു. ഭാഗവതത്തിലേക്ക് വളരെയധികം താല്പര്യമുണ്ടായിരുന്നു. പൂന്താനത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു, പൂന്താനം ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് പോലും ഒരു സ്ഥലത്തും രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അറിയാം എത്ര നിഷ്കാമനായിരുന്നു എന്നുള്ളത്. മമകാമം വ്യവോഹതു എന്ന് ഏത് പൂജയിലും തന്ത്രി പറയാറുണ്ട്, യജമാനൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ. പക്ഷെ ഇതിൽ പൂന്താനം തന്നെ ഗുരുവായൂരപ്പന് സമർപ്പിച്ചപ്പോൾ, ഭഗവാന് സമർപ്പിച്ചപ്പോൾ അദ്ദേഹം യാതൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. അതാണ് നമുക്ക് മാതൃകയാക്കേണ്ടത്, നമ്മളെ പഠിപ്പിക്കുന്നത്. പൂന്താനം അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് നമുക്ക് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹത്തിൻ്റെ ഇല്ല പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പൂന്താനത്തിൻ്റെ ഇല്ലം അങ്ങ് തെക്കേ മലബാറിലാണ്. തെക്കേ മലബാർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മലപ്പുറം ജില്ല. അപ്പോൾ 16-ാം നൂറ്റാണ്ടിൽ അത് വള്ളുവനാട് എന്ന നാട്ടുരാജ്യമായിരുന്നു. വള്ളുവനാട് നാട്ടുരാജ്യത്ത് നെന്മേനി അംശത്തിൽ കീഴാറ്റൂർ എന്ന ദേശത്താണ് ഈ പൂന്താനം ഇല്ലം. ഇന്നും പൂന്താനം ഇല്ലം ഇവിടെ ഉണ്ട്. ഗുരുവായൂർ ദേവസ്വം വളരെ നല്ല രീതിയിൽ അത് പരിപാലിച്ചു വരുന്നു. ഞാൻ അവിടെ പോയിട്ടുണ്ട്. എനിക്ക് പോകാൻ ഭാഗ്യം സിദ്ധിച്ച സ്ഥലമാണ്. നിങ്ങൾക്കും ഭാഗ്യം ഉണ്ടാവണം. ഒരു അവസരം ഉണ്ടാക്കി അവിടെ പോയി ആ പൂന്താനം ഇല്ലം കാണണം. കാരണം പൂന്താനം ജീവിച്ചതും കൃഷ്ണനെ ഉപാസിച്ചതും ഭഗവാൻ വന്ന ഉടലോടെ പൂന്താനത്തിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയ ആ സ്ഥലമാണ്. അത് കാണേണ്ട സ്ഥലം തന്നെയാണ്. രാവിലെയും വൈകിട്ടും അവിടെ ഉച്ചഭാഷണിയുടെ ജ്ഞാനപ്പാനയും കേൾപ്പിക്കാറുണ്ട്. ഇത് പെരിന്തൽമണ്ണയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ വടക്കോട്ട് മാറിയിട്ടാണ്. നിലമ്പൂർക്ക് പോകുന്ന വഴിയിലാണ് പൂന്താനം ഇല്ലം. അക്കാലത്ത് പൂന്താനം വേദം പഠിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹം ഈ വിഷ്ണു ഭക്തനായിട്ട് ഭാഗവതത്തിൽ തൽപരനായിരുന്നു. ഭാഗവതത്തിലെ കഥകളെല്ലാം അദ്ദേഹം ചെറുപ്പത്തിലെ സ്വായത്തമാക്കിയിരുന്നു.
അദ്ദേഹത്തിന് വളരെ താല്പര്യമായിരുന്നു ഭാഗവതം വായിക്കാനായിട്ട്. ഒരു താല്പര്യമുള്ള വിഷയത്തിൽ നമുക്ക് എപ്പോഴും പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും.